പൂച്ചയായിട്ട് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ടഫായിരുന്നു. സെപ്പറേറ്റ് ഷൂട്ട് ചെയ്തത് പൂച്ച ഒട്ടും അനുസരണയില്ലാത്തൊരു പൂച്ചയായിരുന്നു. നമ്മുടെ ടീം എസ്തെറ്റിക് കുഞ്ഞമ്മ എന്നാണ് പേര്. അപ്പം നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു ഒരു 4-4.5 കൊല്ലമായിട്ടുള്ളൂ. നമ്മൾ ഏകദേശം ഒരു 40+ ഫിലിംസ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പം അതിലേറ്റവും നോട്ടബിൾ വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ ടൈംസിൽ നമ്മൾ ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സാണ് ചെയ്തു തുടങ്ങിയത്. ഇപ്പം മമ്മൂക്കയെ ലാലേട്ടനെയൊക്കെ വെച്ചിട്ട് ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സ്, അവരുടെ ബർത്ത്ഡേ പോസ്റ്റേഴ്സൊക്കെ ചെയ്തത്. അതിൽ നിന്ന് റീസെൻ്റ് ഏറ്റവും നമുക്ക് ഒരു ബ്രേക്ക് ത്രൂ വർക്ക് എന്ന് പറഞ്ഞാൽ അത് ബ്രഹ്മയുഗമായിരുന്നു. രാഹുൽ സദാശിവൻ ചേട്ടൻ്റെ ബ്രഹ്മയുഗമായിരുന്നു. അതും മമ്മൂക്കയുടെ പടമാണ്. ഇപ്പം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേഴ്സ് ആണ് നമ്മൾ പിന്നെയും ആൾക്കാർ കുറേ ശ്രദ്ധിക്കുകയും നല്ല പോസ്റ്ററാണല്ലോ, വെറൈറ്റി കണ്ടന്റ് റൈറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് പൊളി എന്നൊക്കെ പറഞ്ഞു വന്നത് അതിലാണ്. സോ നമ്മളിപ്പം ലേറ്റസ്റ്റ് ചെയ്യുന്ന പടമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേഴ്സ്. അത് മമ്മൂക്കും GVM സാറും കൂടെ ആദ്യമായിട്ട് കോമ്പിനേഷനിൽ വരുന്നൊരു പടമാണ്. സോ അതിൽ നമ്മളിപ്പം റീസെൻ്റ്ലി ഏറ്റവും പുതിയ കുറച്ച് പോസ്റ്റേഴ്സ്, അതായത് അതിൻ്റെ ഇനീഷ്യൽ പോസ്റ്റേഴ്സിൽ നിന്ന് മാറി ഇപ്പം ഏറ്റവും ലാസ്റ്റ് വന്നേക്കുന്ന കുറച്ച് അനൗൺസ്മെൻറ്റും ക്യാരക്ടർ പോസ്റ്റേഴ്സൊക്കെ നമുക്ക് കുറച്ചൊരു ഡിഫറെൻറ്റ് ടേക്ക് എടുക്കണം എന്ന് ആദ്യം തൊട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു. മൊത്തം ക്യാമ്പയിനും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായി. പക്ഷെ അതിനൊരു എന്താ പറയുക, ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഡിഫിക്കൽട്ടീസും പ്രാക്ടിക്കൽ എഫക്ട്സ് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു സാധനം വരുമ്പോൾ കുറച്ചൊരു ടഫാണത് ഡിജിറ്റലാക്കാൻ വേണ്ടിയിട്ട് പോലും. അപ്പം അത് ഒന്നൊന്ന് ആലോചിച്ചിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഒന്നും മടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ എന്നെ മമ്മൂക്ക് ഇങ്ങനെ വിളിച്ചായിരുന്നു, ജോർജേട്ടൻ ത്രൂ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ എൻ്റെ അടുത്ത്, എടാ ഒന്ന് എന്തെങ്കിലും പുതിയ സാധനം ചെയ്യടാ, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് അങ്ങനെ എന്തെങ്കിലും പുള്ളിക്ക് ഫസ്റ്റ് പോസ്റ്റർ ഭയങ്കര വർക്കായി എന്നാണ് തോന്നുന്നത്, പുള്ളിക്ക് ഇഷ്ടമായിരുന്നത്. അപ്പം പിന്നെ അങ്ങോട്ടും പുള്ളി ഹാപ്പിയാണ്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞ് എന്തെങ്കിലും വെറൈറ്റി പിടിച്ചാലോ, എന്തെങ്കിലും വെറൈറ്റി പിടിക്കടാ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ നോക്കാം. അപ്പോൾ പുള്ളിയുടെ ഒരു ഫ്രീഡം നമുക്ക് ഓക്കെ അടിച്ചാൽ എന്നാൽ പിന്നെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രാക്ടിക്കൽ എഫക്ട്സ് ട്രൈ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. പ്രാക്ടിക്കൽ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ പടത്തിൽ തന്നെ ഉള്ള എലമെൻസും അല്ലെങ്കിൽ ആർട്ടിസ്റ്റിക്കായിട്ട് നമുക്ക് ട്രഡീഷണലി ചെയ്യാൻ പറ്റുന്ന ഗ്രാഫിക്കൽ അല്ലാത്ത സാധനങ്ങൾ ഇൻഫ്യൂസ്ഡ് ആയിട്ടൊരു പോസ്റ്ററാണ് നമ്മൾ ചെയ്യാൻ നോക്കിയത്. അത് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു. അത് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് ആ സമയത്ത് ഭയങ്കരമായിട്ട് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. മമ്മൂക്കയും കൊള്ളാമെന്ന് പറഞ്ഞിങ്ങനെ ടെക്സ്റ്റ് ചെയ്തിരുന്നു എന്നിങ്ങനെ എൻ്റെ അടുത്ത് ആ ടീമും പറഞ്ഞായിരുന്നു. അങ്ങനെ മമ്മൂക്ക പറഞ്ഞിട്ടാണ് നമ്മളങ്ങനെ പിടിച്ച് നോക്കുന്നത്. അതാണെങ്കിലും വെറൈറ്റി എന്ന് പറയുന്ന സാധനം. GVM സാറ് ആദ്യമായിട്ട് എന്നെ ഇങ്ങനെ ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്. അപ്പം ബ്രഹ്മയുഗത്തിൻ്റെ ക്യാമ്പയിൻ ഭയങ്കര ഇഷ്ടമായിരുന്നു GVM സാറിനെന്ന് പറഞ്ഞു. നമുക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് നമുക്കൊരു സിമിലർ സാധനം പിടിക്കാം, സിമിലർ ആഷൻ കുറച്ച് ഭയങ്കര പുതിയൊരു സാധനം പിടിക്കാം, ഇൻ്റർനാഷണൽ ആക്കണം. പടം ഇങ്ങനെ ഒരു രസമുള്ള സിമ്പിൾ ഒരു പരിപാടിയാണ്, പക്ഷെ അതിന് ഭയങ്കര രസമുള്ള മൊമെൻറ്റ്സ് ഉണ്ട്. അതും ഒരു ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ളൊരു കഥയായിട്ടൊക്കെ വരാം എന്നൊക്കെ പുള്ളി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു, സിനിമയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളും. ദർ വാസ് ഓൾസോ അതൊരു അസിസ്റ്റൻറ്റ് പ്രീതി എന്ന് പറഞ്ഞിട്ടൊരു മാം ഉണ്ടായിരുന്നു. അപ്പം അവരും നമുക്ക് കുറച്ച് ഐഡിയാസ് തന്നു, പടം എങ്ങനെയാണ്, എവിടെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്, എന്താണ് അതിൻ്റെ എലമെൻസും കാര്യങ്ങളും. പ്രത്യേകിച്ച് ഒരു ഡിറ്റക്റ്റീവ് ഫിലിമാണ്, ഒരു ബ്രോക്കായിട്ടൊരു ഡിറ്റക്റ്റീവിൻ്റെ പടമാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അതിന് ബേസ് ചെയ്ത് GVM സാർ നമുക്ക് ഫുൾ ഫ്രീഡം തന്നു. എന്ത് വേണമെങ്കിലും എക്സ്പെരിമെൻറ്റ് ചെയ്തോ, പിടിച്ചോളൂ എന്നുള്ളൊരു സാധനത്തിലാണ് നമുക്ക് ആദ്യമേ അങ്ങനെയാണ് പരിചയപ്പെട്ടതും എനിക്ക് ഫീഡ്ബാക്ക് തന്നതുമൊക്കെ. അതാണ് എൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ്. ആദ്യമേ നമ്മളിങ്ങനെ ഒരു ഐഡിയ വന്നപ്പോഴത്തേക്കും അത് ജസ്റ്റ് ഒന്ന് GVM സാറിൻ്റെ അടുത്തൊന്ന് ത്രോ ചെയ്ത് നോക്കി. ഇങ്ങനെ എന്തെങ്കിലും നമുക്കൊന്ന്, ഇപ്പം ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് ബേഴ്സ് എന്ന് പറഞ്ഞ പടത്തിൽ മൊത്തത്തിൽ ഡൊമിനിക്ക് നടത്തുന്ന കുറേ പരസ്യങ്ങളും, ഡൊമിനിക്ക് ഒരു തട്ടിക്കൂട്ട് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്നുണ്ട് പടത്തിൽ. അപ്പം അതിൽ പുള്ളി കുറേ പരസ്യം കൊടുക്കുന്നുണ്ട്, റോട്ടിലും സ്ഥലത്തൊക്കെ കൊണ്ട് നോട്ടീസ് ഒട്ടിക്കുന്നുണ്ട്. അതും മൊത്തം ഇങ്ങനെ അമച്ചർ റൈറ്റിംഗ് ഒക്കെയാണ്. ആർ യു മിസ്സിങ് സം വൺ, ഐ വിൽ ഫൈൻഡ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ ഒരു റൈറ്റിംഗ് ഒക്കെ ഉള്ള സാധനമാണെന്ന് അന്നേ നമുക്കറിയായിരുന്നു, നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ നോട്ടീസ് ഞങ്ങൾക്ക് ഭയങ്കര ക്യാച്ച് ചെയ്തിരുന്നു. അപ്പം അത് ഇറക്കിയാലോ, അത് തന്നെ നമുക്ക് ടീസർ അനൗൺസ്മെൻ്റ് ആയിട്ട് ഇറക്കിയാലോ, സെയിങ് ലൈക്ക് ഭയങ്കര അഹങ്കാരമുള്ളൊരു ഡിറ്റക്റ്റീവ് ഇപ്പം പറയാണ് എന്നെ വെച്ചിട്ട് GVM ഒരു പടം എടുക്കുവാണ്, ആൾക്കാർ വന്ന് കയറി ഞാൻ രക്ഷപ്പെട്ട് കണ്ടോടാ എന്നൊക്കെ പറഞ്ഞിട്ടൊരു നോട്ടീസ് അടിച്ച് വെക്കാൻ താല്പര്യമുള്ളൊരു ഡിറ്റക്റ്റീവ് ആണെന്നാണ് തോന്നുന്നത് എനിക്ക് ഈ പടത്തിൽ. അപ്പം ആ ഡിറ്റക്റ്റീവ്, ഡൊമിനിക് എന്ന് പറഞ്ഞ ഡിറ്റക്റ്റീവ് ഒട്ടിച്ച് വെച്ച് ഒരു പരസ്യം എന്നാൽ ചെയ്താലോ, നോട്ടീസ് ഉണ്ടാക്കിയാലോ, നോട്ടീസ് ഉണ്ടാക്കി നമ്മൾ പ്രിൻ്റ് അടിച്ച് കൊണ്ടുവരട്ടെ എന്നൊക്കെ ചോദിച്ചപ്പം GVM സാർ ഓക്കെ എന്തെങ്കിലും ചെയ്തോ, അടിപൊളിയാക്കിയാൽ മതി എന്നുള്ളൊരു സാധനം. അപ്പം ചെയ്ത് റഫ് അടിച്ച് നമ്മൾ നമുക്ക് തന്നെ ഒരു ഡ്രാഫ്റ്റ് കാണിച്ചപ്പം ഹി വാസ് ഓൾസോ വെരി ഹാപ്പി. നമ്മൾ ആ കണ്ടൻറ്റൊക്കെ നമ്മൾ തന്നെ എഴുതി പ്ലാൻ ചെയ്ത് തിങ്ക് ചെയ്തൊക്കെയാണ് ഇട്ടത്. അപ്പം ഹി വാസ് വെരി ഹാപ്പി, എന്നാൽ നമുക്ക് ചെയ്യാം എന്നുള്ള സാധനമായി. ചെയ്ത് ഫൈനലെത്തിയപ്പോഴും
ഒന്നും പ്രത്യേകിച്ച് ഫീഡ്ബാക്ക് ഒന്നും പറഞ്ഞില്ല, ഹാപ്പി, അടിപൊളി, ഇറക്കിക്കോ എന്നുള്ളൊരു സാധനം പറഞ്ഞു. ഇപ്പം നമ്മളിതിൻ്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പല രീതികളിലും നമ്മൾ ഇൻവോൾവ് ആയിട്ടുണ്ട്. അതായത് ഇപ്പം ഇതിൻ്റെ ഡിസൈൻ മാത്രമല്ല, അതിൻ്റെ ക്യാപ്ഷൻസ് എഴുതുമ്പോഴും അത് വിഷ്ണു എന്ന് പറഞ്ഞ ചേട്ടനാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പല സമയത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീമിൽ തന്നെ എല്ലാവരും ഡിസ്കസ് ചെയ്ത് പല ക്യാപ്ഷൻസും റാൻഡംലി ഇട്ട് വിടാറുണ്ട്. എല്ലാം കൺസിസ്റ്റൻ്റ്ലി ഈ ഡിറ്റക്റ്റീവ് ഏജൻസി ഡൊമിനിക് എന്ന് പറഞ്ഞൊരു ഡിറ്റക്റ്റീവ് പബ്ലിസൈസ് ചെയ്യുന്ന രീതിയിലാണ് ഡൊമിനിക്കിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്നാണ് നമ്മളിത് സംസാരിക്കാൻ നോക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ സംസാരിക്കുമ്പോൾ ഗ്രാജുവലി ആൾക്കാരെല്ലാവരും അക്സെപ്റ്റ് ചെയ്തതൊരു ഏജൻസിയാണ്. കമൻറ്റ് സെക്ഷനിലാണെങ്കിലും പേടിക്കേണ്ട ഡൊമിനിക്ക്, നമ്മൾ വരാം, നിങ്ങളെ ഞങ്ങൾക്ക് ട്രസ്റ്റാണ്, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനായി ഭയങ്കര ഫ്രണ്ട്ലി ഒരു സാധനത്തിലേക്കായി. അപ്പം ഒരു ഡിറ്റക്റ്റീവ് ഭയങ്കര അഹങ്കാരത്തിൽ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാലും കമൻസിന് റിപ്ലൈ ഒക്കെ ശരി കേട്ടോ, കുഴപ്പമില്ല, നിങ്ങൾ പൊളിക്കുക, അങ്ങനെ ഒരു സാധനത്തിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഡിറ്റക്റ്റീവ് ഏജൻസി ആയിട്ട് ഇതിനെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്തു, ഏജൻസി ആയിട്ട് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി. സോ നമ്മൾ പിന്നെ അങ്ങോട്ട് എന്ത് ഡിസൈൻ ചെയ്താലും പരസ്യം ചെയ്താലും അതിൽ നമ്മൾ ആ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഇപ്പോൾ ഒരു മെട്രോ പില്ലർ വരുമ്പോഴത്തേക്കും യൂഷ്വലി ഞാനിപ്പം ബോംബെയിലൊക്കെ കുറച്ച് ആഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സ്വിഗ്ഗിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ബമ്പിളിൻ്റെ ഒക്കെ ആണെങ്കിലും അവരുടെ ആഡ്സ് എന്നൊക്കെ പറഞ്ഞ ഒറ്റ ക്വസ്റ്റ്യനൊക്കെ ആയിരിക്കത്തുള്ളൂ. ചിലപ്പോൾ വൈ ആർ യു സ്റ്റിൽ സിംഗിൾ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യനാണ്, എന്നിട്ട് അവരുടെ ലോഗോ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഭയങ്കര ക്യാച്ചിയാണ്, വേറെ ഒന്നുമില്ല, അതിലൊരു കളറും ക്വസ്റ്റ്യനും മാത്രം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആൾക്കാരുടെ മനസ്സിലേക്ക് ഈസിലി എത്തും. നാച്ചുറലി സിനിമ ഓർമ്മപ്പെടുത്താൻ തന്നെയാണ് മെട്രോ പില്ലേഴ്സ് വെക്കുന്നത്, അതിൻ്റെ ഡേറ്റും നെയിമും എല്ലാം. ഇപ്പം നമ്മൾ ഒരു ബ്രാൻഡിങ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബ്രാൻഡിങ്ങിൻ്റെ കളറും ഫോണ്ടും ഏകദേശം ലുക്കും പിന്നെ നമുക്ക് ഒബ്വിയസ്ലി ഉണ്ടാകുമ്പോൾ തന്നെ ആൾക്കാർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ബ്രാൻഡിങ്ങിൻ്റെ ഒരു സാധനം. അപ്പം ആ ബ്രാൻഡിങ് വെച്ചുകൊണ്ട് നമ്മൾ കൂടുതലും ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ആണ് മെട്രോ പില്ലേഴ്സ് പോയേക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർ യു മിസ്സിങ് സം വൺ, വി വിൽ ഫൈൻഡ് ഇറ്റ്, അല്ലെങ്കിൽ കേസൊക്കെ സോൾവ് ആക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നമ്മൾ റാൻഡംലി സ്പീഡിൽ വണ്ടി ഓടിച്ച് പോകുമ്പോഴാണെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കും. റാദർ ദൻ ഇപ്പോൾ ഒരു സിനിമ പോസ്റ്ററിൻ്റെ ടൈറ്റിലും അല്ലെങ്കിൽ റിലീസ് ഡേറ്റിനേക്കാളൊക്കെ ആ ക്വസ്റ്റ്യൻ ഓർത്ത് വയ്ക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പിന്നെയും വീട്ടിൽ ചെന്ന് റീകോൾ ചെയ്യുമ്പം, അല്ലെങ്കിൽ അത് അത്ര ഫണ്ണി ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഓബ്വിയസ്ലി സിനിമ ആൾക്കാർ ഓർക്കാൻ ചാൻസ് ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചത്. അങ്ങനത്തെ മാർക്കറ്റിംഗ് കണ്ടിട്ടുണ്ട്, അത് ഇവിടെ യൂസ് ചെയ്തിട്ടില്ല മര്യാദയ്ക്ക്. അപ്പം നമ്മൾ ചോദിച്ചാൽ ഇത്തവണ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് എടുത്ത് ചോദിച്ചപ്പോഴും നമുക്ക് ഹാപ്പി അങ്ങനെ പിടിക്കാമെന്ന് വിചാരിച്ചു, ഒരു ഡിഫറെൻറ്റ് ടേക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാനും കിഷോറും ബാക്കി നമ്മുടെ ടീംമേറ്റ്സ് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒരു തവണ ചോദിക്കും അവരുടെ അടുത്ത്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഓക്കെ ആണോ, എന്തെങ്കിലും മാറ്റണോ, സജഷൻ ഉണ്ടോ. പക്ഷെ അവർ ഓക്കെ ആയിരുന്നു, ഞാൻ തന്നെ ഓക്കെ ആയിരുന്നു, നമ്മൾ തന്നെ ഇട്ട് വിടുവായത്. അപ്പോൾ പ്രാക്ടിക്കൽ എഫക്ട്സ് ഇപ്പം നമ്മൾ മെയിൻലി ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ നോട്ടീസ് ആണ് ഉണ്ടാക്കിയത്. അത് ടീസർ അല്ലെങ്കിൽ ട്രെയിലർ അനൗൺസ്മെന്റിന് വേണ്ടി ഒരു നോട്ടീസാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നോട്ടീസിൻ്റെ ഒരു ബേസിക് ലേ ഔട്ട്, ഈ പടത്തിൽ മമ്മൂക്ക ഒട്ടിക്കുന്ന ഒരു നോട്ടീസിൻ്റെ ലേ ഔട്ട് ഞങ്ങൾക്ക് ആ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായിരുന്നു. അപ്പോൾ അത് നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്ത്, അത് ഡിജിറ്റലി റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് അതിൽ അവരുടെ സർവീസും മിസ്സിംഗ് പേഴ്സൺ ഫൈൻഡിങ് അല്ലെങ്കിൽ ഓരോ ഇൻവെസ്റ്റിഗേഷൻസിൻ്റെ കുറേ അമച്ചർ റൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. അത് വെച്ചുകൊണ്ട് നമ്മൾ മേളിൽ എഴുതിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഏജൻസിയെക്കുറിച്ച് ജീവിയും ഒരു പടം എടുക്കുവാണ്, വന്ന് കാണുന്നൊക്കെ ഉള്ളൊരു സാധനത്തിലൊരു നല്ല രസമുള്ളൊരു ക്യാപ്ഷനും എഴുതി അങ്ങനത്തെ പ്രോപ്പർ ടൈറ്റിലും എല്ലാം പ്ലേസ് ചെയ്തുകൊണ്ട്, പ്ലസ് ഞാൻ മമ്മൂക്കയുടെയും ഗോകുൽ ചേട്ടൻ്റെയും കൂടെ ഫോട്ടോ അടക്കം വെച്ച് ഇത് മെയിൻ ഡിറ്റക്റ്റീവ് ഇത് അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ വെച്ചിട്ട് അവരുടെ ഒരു പബ്ലിസിറ്റി പോലത്തെ ഒരു സാധനം വെച്ച് നമ്മൾ ഇതിൻ്റെ താഴെ തന്നെ ഒരു ഷട്ടറിൽ കുറേ കളർ ഓപ്ഷൻസ് പ്രിൻ്റ് ചെയ്തിട്ട് ഒട്ടിച്ചു നോക്കി ആദ്യം. സോ നാച്ചുറൽ ആവാൻ കുറേ സാധനങ്ങൾ ചെയ്യണമായിരുന്നു. കാരണം നമ്മൾ ഈ പോസ്റ്റിലൊക്കെ കാണുമല്ലോ, വീട് ഹൗസ് മൂവിങ് എന്ന് പറഞ്ഞ സാധനവും അല്ലെങ്കിൽ ഓരോ സാധനം ഫിക്സ് ചെയ്ത് തരാമെന്നൊക്കെ പറയുന്നത്, അതേപോലത്തെ ടെക്സ്ചർ മാച്ച് ചെയ്യാൻ നമ്മൾ പിന്നീട് അതിൽ കുറേ മണ്ണും സാധനങ്ങളൊക്കെ പുരട്ടുകയും കുറേ കീറിപ്പറിച്ച് നോക്കുകയും അതിനൊരു ഏജ്ഡ് ലുക്ക് കൊണ്ടുവരാൻ നമ്മൾ നോക്കി. അത് നമ്മുടെ ടീമിൽ തന്നെ ഇപ്പോൾ ദീപക്കൊക്കെ തന്നെയാണ് അത് മൊത്തം പെയിൻറ്റ് ചെയ്ത് കോഫി പൗഡറൊക്കെ ഇട്ട് തേച്ച് ആ ഒരു ലുക്കിലേക്കൊക്കെ എത്തിച്ചത്. അത് എത്തിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു 10-20 ദിവസം പോസ്റ്റിൽ അല്ലെങ്കിൽ ഒരു ഷട്ടറിൽ ഒട്ടിച്ചിരുന്ന ഒരു സാധനം പോലെ ആയത്. എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് അതൊന്ന് ജസ്റ്റ് ഒരു ട്വീക്ക് ഗ്രേഡ് പിടിച്ചപ്പോൾ തന്നെ അത് രസമുള്ളൊരു സാധനം. അപ്പം ആ ഒരു മൊത്തത്തിലുള്ളൊരു സാധനം കാണാനുള്ളൊരു ഫ്രഷ്നെസ്സും അതിലെഴുതിയ കണ്ടന്റും ആ പേപ്പറിൻ്റെ ഒരു ഓർഗാനിക് ലുക്കൊക്കെ കൊണ്ടിട്ട് അത് അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടമായെന്നാണ് തോന്നുന്നത്. പിന്നെ നമ്മൾ റീസെൻ്റ്ലി ചെയ്തപ്പോൾ ക്യാരക്ടർ പോസ്റ്റേഴ്സാണ്. ക്യാരക്ടർ പോസ്റ്റേഴ്സിൽ മെയിൻലി നമ്മൾ എയിം ചെയ്തത് ഇപ്പം ഡൊമിനിക് ഡിറ്റക്റ്റീവ് ഒരു ഡയറി കുറിപ്പ് എഴുതുവാണെങ്കിൽ അത് നമ്മൾ CI ഡൊമിനിക് ഡയറി കുറിപ്പ് എന്നാണ് അതിന് ആ ഒരു സീരീസിനെ തന്നെ പേരിട്ടേക്കുന്നത്. അപ്പം ഡൊമിനിക് ഒരു ഡയറി കുറിപ്പ് എഴുതുവാണെങ്കിൽ ആൾക്കാരെ കുറിച്ച് എന്തായിരിക്കും എഴുതുന്നത്, ഭയങ്കര വേഗ്ലി. ചിലപ്പം അവർക്കറിയാവുന്ന ഒരു ഡാൻസ് കളിക്കുന്നൊരു കുട്ടി ഉണ്ടാവും, അപ്പോൾ അതിൽ നമ്മൾ വെറുതെ ചുമ്മാ ശോഭന ലൈറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഒരു ജെൻസി കണക്റ്റും കൂടെ കൊടുക്കാൻ പറ്റുന്ന പോലത്തെ ഒരു സാധനമാണ് എഴുതിയത്. കാരണം
ഡൊമിനിക് ഇതിൽ കുറേ ഇൻഫ്ലുവൻസ് ഉള്ള മനുഷ്യനാണ്. പല ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും, അത് തന്നെ നമ്മൾ ടൈറ്റിൽ ഡിസൈനിലും പിടിച്ചിട്ടുണ്ടത്. പല ലൈഫ് സ്റ്റൈൽ, പല ആൾക്കാർ, പല സാധനങ്ങൾ അറിയാം. സോ ടൈറ്റിലാണെങ്കിലും പല ഫോണ്ടാണ്. സോ അങ്ങനത്തെ ഒരു മിക്സ് നമ്മൾ അതേപോലെ തന്നെ മലയാളവും ഇംഗ്ലീഷൊക്കെ മിക്സ് ചെയ്ത് വളരെ അമേച്ചർ, ഒരു സാധാരണ ആൾ എഴുതുന്ന പോലെ ഒരു സാധനം നമ്മളൊരു ഡയറിയിൽ അതാത് ആൾക്കാരുടെ റാൻഡംലി എടുക്കുന്ന പോലത്തെ ഫോട്ടോ ഒട്ടിച്ചിട്ട് ആ ഫോട്ടോസിൻ്റെ പുറത്ത് എഴുതുക ചെയ്തത്. പേന വെച്ച് തന്നെ എഴുതി. പിന്നെ നമുക്ക് അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ടൈറ്റിലും ലോഗോ ഒക്കെ കൊണ്ടുവരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊരു പോസ്റ്ററായി മാറും, ഒരു ഡിജിറ്റൽ പോസ്റ്ററായി മാറും. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അതും കൂടെ ഒന്ന് ഡിഫറെൻ്റ് ആക്കണം. അപ്പോൾ ഈ ടൈറ്റിൽ വരയ്ക്കാൻ ഇച്ചിരി പാടാണ്. ആ ടൈറ്റിൽ ഓൾറെഡി ഇത്തിരി ഡിസൈൻഡ് ആയിട്ടുള്ള ടൈറ്റിൽ ആയതുകൊണ്ടിട്ട് അത് വരയ്ക്കാൻ പാടുള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു സീല് ഡിസൈൻ ചെയ്ത് പ്രോപ്പർ മറ്റേ കമ്പനി സീലുണ്ടല്ലോ. അപ്പം എന്തായാലും ഡൊമിനിക് ഡിറ്റക്റ്റീവ്സിൻ്റെ ഒരു സീലുണ്ടാവും. അപ്പം അവരുടെ പോലത്തെ ഒരു സീല് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് അത് ആ പേപ്പറിൽ ടൈറ്റിലായിട്ട് അടിച്ചിട്ടാണ് നമ്മൾ ഡയറക്ടറിൻ്റെ പേരൊക്കെ എഴുതിയിട്ടാണ് അത് മൊത്തത്തിൽ ഫോട്ടോഗ്രാഫി ചെയ്താണ് പുറത്തു വിട്ടത്. അതായിരുന്നു ക്യാരക്ടർ പോസ്റ്റർ സീരീസ്. നമുക്കിവിടെ നമ്മളിപ്പം ഭ്രമയുഗം ചെയ്തു. കണ്ണൂർ സ്ക്വാഡിൽ കുറച്ച് പരിപാടികൾ നമ്മൾ ചെയ്തായിരുന്നു. ഇപ്പം ഇതാണ് ഡൊമിനിക്കാണ്. തൊട്ട് മുന്നേ ചെയ്തതാണ് ഭ്രമയുഗം. ആ ഭ്രമയുഗത്തിലാണ് നമ്മൾ നമുക്കായിട്ട് മൊത്തം ഫോട്ടോഷൂട്ടൊക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് എത്തിയത്. അതിന് മുന്നേ കണ്ണൂർ സ്ക്വാഡാണ്. അത് പക്ഷേ നമ്മൾ ഫുള്ള് കണ്ണൂർ സ്ക്വാഡ് നമ്മളല്ല ചെയ്തിരിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ഇനീഷ്യൽ കുറച്ച് സാധനം ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇപ്പം നമുക്കായിട്ട് റീയൂണൈറ്റ് ചെയ്യുന്നത് ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിലാണ്. അത് ഭയങ്കര ഒരു ഫൺ സാധനമാണ്. നമ്മൾ സെറ്റിലേക്ക് പോകുമ്പോഴും ഫോട്ടോഷൂട്ട് ചെയ്യുന്ന, ഇപ്പം ഫസ്റ്റ് പോസ്റ്റർ ഫോട്ടോഷൂട്ട് ചെയ്തത്, അപ്പം ചെല്ലുമ്പോഴത്തേക്കും ഐഡിയ ഒക്കെ കാണിക്കുമ്പോഴും ഇത് വേണോ എന്നൊക്കെ വെച്ച് നോക്കി ചെയ്യാൻ പുള്ളി ഭയങ്കര ഓണാണ്. അടുത്ത ദിവസം തന്നെ ഫോട്ടോഷൂട്ട് ചെയ്യുക, എടുക്കുക, അപ്പം തന്നെ അടുത്ത ദിവസം കാണിക്കും. പുള്ളിക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയും. അങ്ങനത്തെ ഒരു ഭയങ്കര രസമുള്ളൊരു സാധനത്തിലേക്ക് എത്തി. പുള്ളി ഭയങ്കര ഫണ്ണാണ് വർക്ക്. ഫോട്ടോഷൂട്ട് ഫസ്റ്റത്തെ സാധനം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഫോട്ടോകൾ അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ്, ആ പടത്തിൻ്റെ BTS സ്റ്റിൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. GVM സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. GVM സാറിൻ്റെ സ്റ്റൈലും ഫിലിംസും ഒക്കെ നമ്മുടെ ടീം എസ്പെഷ്യലി ഭയങ്കര ഫാൻസാണ്. അതേപോലത്തെ ഒരു ഫാൻ ബേസ് ഉണ്ട് മൊത്തത്തിൽ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും. അപ്പം ആ സ്റ്റൈലിൽ മമ്മൂക്കയെ വെച്ചൊരു പടം വരിക എന്ന് പറഞ്ഞാൽ ഓബ്വിയസ്ലി ഒരു എക്സൈറ്റ്മെൻറ്റ് വരുമല്ലോ നാച്ചുറലി. അപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ കഥ കേട്ടെടുത്തോളം ഇറ്റ്സ് എ വെരി സിമ്പിൾ, ഒരു ഭയങ്കര ഫോറിൻ ആയിട്ടുള്ളൊരു ഡിറ്റക്റ്റീവിൻ്റെ പരിപാടിയാണ്. ഭയങ്കര ഫണ്ണിയാണ്. അപ്പം അതിൻ്റെ വളരെ ലിമിറ്റഡ് ലെയേഴ്സൊക്കെ ഇപ്പം ട്രെയിലറിലൊക്കെ കാണിച്ചിട്ടുള്ളൂ. എന്താ പറയുക, ഓവർ ഡ്രമാറ്റിക് ആയിട്ടുള്ള വേറെ പരിപാടികളൊന്നും ഇല്ലാത്ത ഭയങ്കര ലൈറ്റ് ഹാർട്ടഡ് ഒരു പടം. ഒരു ഡിറ്റക്റ്റീവ്, ഒരു ബ്രോക്ക് ഡിറ്റക്റ്റീവിൻ്റെ പുറകെ പോകുന്ന കുറേ കഥ. പുള്ളിയുടെ ഇതിൽ പേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഒരു എലമെൻറ്റ്. ആ പേഴ്സിൽ നിന്നാണ് മൊത്തം കണക്റ്റായി പോകുന്നത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എനിക്കിപ്പോൾ പുറത്ത് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആ പടം എങ്ങനെയാണ് വരുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഞാനിപ്പം ചെയ്ത് അഭിനയിച്ച് കഴിഞ്ഞ പടക്കളം എന്ന് പറഞ്ഞിട്ടൊരു പടമുണ്ട്. അത് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുകയാണ്. ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ പടമാണ്. പിന്നെ ഉള്ളത് ലവ്ലി എന്ന് പറഞ്ഞിട്ട് പടം. അത് 4-ാം തീയതിയാണ് ഇറങ്ങുന്നത്, ഏപ്രിൽ 4-ാം തീയതി. അതാണിപ്പോൾ 2 ചെയ്തേക്കുന്നത്. 1-2 ഇങ്ങനെ ഡിസ്കഷനിലുണ്ട്, വേറെ ഒന്നും വന്നിട്ടൊന്നുമില്ല. അഭിനയിക്കുന്ന ഇറങ്ങുന്ന 2 പടങ്ങൾ പടക്കളും ലവ്ലിയാണ്. സോ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് ഇപ്പം ഏകദേശം നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ക്യാമ്പയിനൊക്കെ സെറ്റായി, അത് ക്യാരക്ടർ പോസ്റ്റേഴ്സ് കഴിഞ്ഞു, എല്ലാ അനൗൺസ്മെൻറ്റ്സ് കഴിഞ്ഞു. ഇനിയും കുറച്ചുകൂടെ സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പം നമ്മൾ ഓൾറെഡി എക്സ്പെരിമെൻറ്റ് ചെയ്ത് പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. അത് ഭയങ്കര നന്നായിട്ട് വർക്ക് ആവുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ഇനിയുള്ള ഫിലിംസിൽ നമ്മളത് ട്രൈ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. മോസ്റ്റ് പ്രോബ്ലി അത് വർക്കൗട്ട് ആവുമായിരിക്കും. സോ എന്തായാലും നിങ്ങൾ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സ് കാണുമ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്ത എലമെൻറ്റ്സ് ചിലപ്പോൾ റിലേറ്റബിൾ ആയിട്ട് തോന്നുമായിരിക്കും. അതിൽ കുറച്ചും കൂടെ ഇത് കണ്ടിട്ട്, ഈ പോസ്റ്റേഴ്സ് കണ്ടിട്ട് അത് സിനിമ കാണുമ്പോൾ അതിൽ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ചിലപ്പോൾ കണക്റ്റ് ആവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എന്തായാലും 23rd പടം ഇറങ്ങുന്നത്. 23rd January പടം ഇറങ്ങുന്നത്. സോ വൺസ് യു വാച്ച് ഇറ്റ്, ഒരു അടിപൊളി രസമുള്ള ഒരു തിയേറ്റർ വാച്ച് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.